ഡോക്ടറെ, ജോയിച്ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നേ? പുള്ളിയെ നിനക്കെങ്ങനെ അറിയാം? അറിയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ വീടിന് തൊട്ടടുത്തായിരുന്നു ഇവരുടെ തറവാട്. പുള്ളിക്കാരൻ്റെ ഭാര്യയും മകളും കൂടെ ICUവിൽ അഡ്മിറ്റാണ്. മകൾ ആത്മഹത്യാശ്രമം നടത്തി സഹിക്കാനാവാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു വശം തളർന്നു വീണു. ഇപ്പോൾ രണ്ടുപേരും ICUവിലാണ് ഉള്ളത്. ദൈവമേ, ഇത്ര സംഭവിച്ചോ? ആ കുട്ടിയുടെ പേര് ദിയ എന്നാണോ? അവളെ ഞാൻ ചെറുപ്പത്തിൽ കുറെ എടുത്തു നടന്നതാണ്. ഇല്ല, എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. പെട്ടെന്ന് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ സവാദ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹേയ് ഇല്ലടാ, ഞാൻ കാര്യം കേട്ടപ്പോൾ പെട്ടെന്നൊരു വിഷമം. എന്താടാ ഒരു മ്ലാനത? എനിക്ക് ഡ്യൂട്ടി നിനക്ക് ഹാൻഡ് ഓവർ ചെയ്ത് പോകണം. ഇത്തവണ ഞാൻ ഏറെ വൈകി. എന്താ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സഹായം ചെയ്ത് അവർ എന്നെ ഓർത്തില്ലെങ്കിലും എനിക്കൊരിക്കലും അവരെ മറക്കാൻ കഴിയില്ല. അവരുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് എനിക്ക്. പണ്ട് ഒന്നാമരുന്ന സ്ഥലത്തായിരുന്നു ഇവരുടെ തറവാട്. ആ തറവാടിന് തൊട്ടടുത്ത് തന്നെയായിരുന്നു എന്റെ വീട്. അവിടുത്തെ അത്യാവശ്യം പേരുകേട്ടൊരു തറവാട്ടുകാരാണ് ഈ ജോയി ചേട്ടനും ഫാമിലിയും. ഇവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്ത ആള് തോമ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. എന്താണ് നിനക്ക് ഇവരുമായി ഇത്ര മാനസികടുപ്പം ഉണ്ടാകാൻ കാരണം? അത് വലിയൊരു സ്റ്റോറിയാണ്. അന്ന് നടന്ന സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ അവിടുന്ന് നാട് വിട്ടു പോയത്. നാട് വിട്ടു പോയി മീൻസ് അവര് കുറ്റം ചെയ്തുകൊണ്ട് പോയതല്ല, അവർക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് പോയതാണ്. കുറെ വർഷങ്ങളായി, ഇന്നാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ആ പയ്യനെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അവർ വന്ന സമയം തൊട്ട് ജോയിച്ചേട്ടൻ എന്ന് പറയുന്ന ആൾ മാത്രമേ അവിടെ ഉള്ളൂ. പണ്ട് എന്റെ പപ്പ ഇവരുടെ എസ്റ്റേറ്റിലായിരുന്നു ജോലി പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കിട്ടുന്ന പൈസ മുഴുവൻ കാറിൽ ഓടിച്ചു കളയും. എന്നല്ല, വീട്ടിലത്തെ ഒരു കാര്യം നോക്കില്ല. അങ്ങനെയാണ് എന്റെ അമ്മ തയ്യൽ പണിക്ക് പോയി തുടങ്ങിയത്. അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അതൊക്കെ ഒരു കാലം. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ കൊണ്ട് വീട്ടിലെ കാര്യവും എന്റെ പഠിപ്പും കൂടെ നടക്കില്ല എന്ന് ജോയിച്ചേട്ടന്റെ ഭാര്യയ്ക്ക് തോന്നി. അത് മനസ്സിലാക്കിയിട്ടാണ് ജോയിച്ചേട്ടനും ഭാര്യ ഷൈനി ചേച്ചിയും കൂടെ ചേർന്ന് ഒരു ചെറിയ കടമുറി വാടകയ്ക്ക് എടുത്ത് തന്നത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയതും അമ്മ എന്നെ പഠിപ്പിച്ചൊരു ഡോക്ടറാക്കിയതും. പിന്നെന്തിനാണ് ഇവർ നാട് വിട്ടു പോയത്? എന്താണ് കാര്യം? മകൻ ഇവരുമായിട്ട് പിണക്കത്തിലായിരുന്നു. ഏയ്, പിണക്കൊന്നുമല്ല. ആ മകൻ ഇപ്പോൾ ജീവനോടെ ഇല്ല. അയ്യോ, അതെന്ത് പറ്റിയടാ? എങ്ങനെയാ മരണപ്പെട്ടത്? എന്താ കാരണം എന്താ? ഞാനന്ന് തീരെ ചെറുതാണ്. അമ്മ പറഞ്ഞ കുറച്ചൊക്കെ കാര്യങ്ങൾ എനിക്കറിയാം. ആ ചേട്ടൻ +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനായി ബാംഗ്ലൂർ പോയി. പഠിക്കാനൊക്കെ നല്ല മിടുക്കനായിരുന്നു. ആദ്യമൊക്കെ എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരുമായിരുന്നു. പിന്നെ അവര് മാസമായി, പിന്നെ മാസങ്ങളോളം വരാതായി. എന്താണെന്ന കാര്യം അന്വേഷിക്കാൻ വേണ്ടി ജോയിച്ചേട്ടൻ പോയി നോക്കി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലായത്. തോമ ബാംഗ്ലൂരിന്റെ മായിക ലോകത്ത് ചെന്ന് പെടുകയും അവിടെ നിന്ന് മയക്കുമരുന്നിന് അടിമയായും ചെയ്തതോടുകൂടി വീടും വീട്ടുകാരും നാട്ടുകാരും ആരും വേണ്ടാത്തൊരു സാഹചര്യമായി. പിന്നെ ജോയിച്ചേട്ടനും ബന്ധുക്കളും കുറെ നാട്ടുകാരും ചേർന്ന് കുറെ പണിപ്പെട്ടിട്ടാണ് അവനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവന്നത്. പക്ഷെ നാട്ടിൽ കൊണ്ടുവന്ന് ഒരാഴ്ചക്കുള്ളിൽ അവൻ ആത്മഹത്യ ചെയ്തു. ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മയക്കുമരുന്നിന് അടിമയായ അവൻ ഒരു ദിവസം ലഹരി കിട്ടാതായപ്പോഴുള്ള മാനസിക സംഘർഷത്തിൽ ആത്മഹത്യ ചെയ്തെന്നാണ് പറയുന്നത്. എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല. എന്തായാലും നീ പോയിട്ട് നേരത്തെ വരണേ. അധികം വൈകിയാൽ എനിക്ക് നാട്ടിലേക്ക് വണ്ടി കിട്ടത്തില്ല. എടാ, നീ ഒരു 10 മിനിറ്റ് ഇരിക്കണേ, ഞാൻ ഒന്ന് ജോയിച്ചേട്ടനെ കണ്ടിട്ട് വരാം. ജോയിച്ചേട്ടാ. ഡോക്ടറെ, എന്തായി ഡോക്ടറെ? മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഡോക്ടർ? ജോയിച്ചേട്ടാ, എന്നെ മനസ്സിലായില്ലേ? ജോയിച്ചേട്ടാ, ഞാൻ ഡിവിന്റെ മകനാണ്. പണ്ട് ഞങ്ങളുടെ എസ്റ്റേറ്റിലാണ് എന്റെ പപ്പ ജോലിക്ക് വന്നിരുന്നത്. ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇപ്പം. എനിക്കിപ്പോൾ ഒന്നും ഓർത്തെടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഡോക്ടറെ. എൻ്റെ മോളുടെയും ഭാര്യയുടെയും കാര്യങ്ങൾ എന്തായിന്ന് ഒന്ന് പറയാവോ? വിഷമിക്കാതിരിക്കുക ജോയിച്ചേട്ടാ, കാര്യങ്ങളൊക്കെ റെഡിയാവും. ടെൻഷൻ അടിക്കാതിരി. ഞാൻ ഡോക്ടേഴ്സുമായിട്ടൊന്ന് സംസാരിക്കുന്നുണ്ട്. ഡോക്ടറെ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമാണോ? പഴയ പോലെ തയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതല്ലല്ലോ സംസാരിക്കേണ്ടത്. അതൊക്കെ പിന്നെ പറയാം. എന്താണ് ചേച്ചിക്കും മകൾക്ക് എന്ത് സംഭവിച്ചേ? ഡോക്ടർക്ക് ഓർമ്മയില്ലേ തോമയുടെ കാര്യങ്ങൾ? അവൻ മരിച്ചതിൽ പിന്നെ ആ വീട്ടിൽ തുടരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല. അതിനുശേഷമാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് താമസം മാറിയത്. എല്ലാം നന്നായി പോവുകയായിരുന്നു.
ഞങ്ങളുടെ മുമ്പിലുള്ള ഒരേ ഒരു ലക്ഷ്യം ദിയെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കുക എന്നുള്ളതാണ്. തോമ പോയതിൽ പിന്നെ അവൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ദിയെ വളർത്തിയത്. കാരണം തോമ നഷ്ടപ്പെട്ടതിൽ പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ അവളാണ്. അവളുടെ എല്ലാ ഇഷ്ടങ്ങളും ഞങ്ങൾ സാധിച്ചു കൊടുത്തു. 10ാം ക്ലാസ്സും പ്ലസ് ടു എല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ പഠിച്ച് മിടുക്കി കുട്ടി തന്നെയായിട്ടാണ് അവൾ വളർന്നത്. ആരുടെ അടുത്തും വലിയൊരു കമ്പനി ഇല്ലാതെ സ്കൂൾ വിട്ട് വന്നാൽ അമ്മ പപ്പ ഇതൊക്കെയായിരുന്നു അവളുടെ ലോകം. കോളേജിലെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവൾ PGക്ക് ചേർന്നത് നമ്മുടെ മഹാരാജാസ് കോളേജിലാണ്.